ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലുസുന്നത്തി വൽ വഫാ. അമ്മാ ബഅദ്. ആദരണീയരായ അധ്യാപകർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, മറ്റു ശ്രോതാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിനൊപ്പം നിങ്ങൾക്ക് മുമ്പിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഈ അവസരം എനിക്ക് കനിഞ്ഞേകിയ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവന്റെ നഠോന്മകമായ ഉന്നമനത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ദർശിക്കാൻ പറ്റും എന്തെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഓട്ടുപാത്രം പോലെ കലഹിച്ചിരുന്ന പരിശുദ്ധ മക്കാമണലാരുണ്യത്തിലെ അസംസ്കൃതരായ കാട്ടറബി വംശത്തെ മഹത്തായ ചിരസ്മരണയിലേക്ക് കൊണ്ടുവരാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയറവച്ചത് തങ്ങളുടെ ഹലോക ജീവിതത്തിലെ എല്ലാ സുഖാനുഭൂതികളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യജിച്ച, നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി അസൗഖ്യം വരിച്ച, ഈന്തപ്പനയോലകളിൽ അന്തിയുറങ്ങിയ സാക്ഷര മദീനയുടെ രക്ഷകനായ രാജകുമാരൻ ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ മുസൽമാനായി പിറന്ന ഓരോരുത്തരുടെയും പേരിൽ നിർബന്ധ ബാധ്യതയാണ്. അന്ധകാരത്തിന്റെ അണ്ടകടാഹങ്ങളെ തച്ചുടച്ച് ഇസ്ലാമിക പൈതൃകം മുളച്ചു വാർത്തെടുക്കാൻ സ്വഹാബത്തുൽ കിറാമിന് സാധിച്ചത് മദീനയുടെ പച്ച ചായ വിരിക്കപ്പെട്ട കുബ്ബത്തുൽ ഖിദ്റ അഥവാ പച്ചക്കുബ്ബയുടെ കീഴിൽ അന്തിയുറങ്ങിയ വിശ്വശില്പിയോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകരെ മറ്റാരെക്കാളും സ്നേഹിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാൾ പോലും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. ഉഹദ് യുദ്ധത്തിൽ മുത്തായ നബിയുടെ പല്ല് കൊഴിഞ്ഞു പോയി. അകലെ നിന്നു വന്ന കാഫില കൂട്ടമാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വിവരം അറിയിച്ചത്. അപ്പോൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? എൻ്റെ ഹബീബിനില്ലാത്ത പല്ല് എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് താഴെ നിന്നൊരു കല്ലെടുത്ത് തൻ്റെ പല്ലിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഹുബ്ബു നബി അഥവാ പ്രവാചക സ്നേഹം. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? നേരം പുലരുന്നതിന് മുമ്പ് ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ തിയേറ്ററുകളിൽ പോയി നിൽക്കുന്നു. ആ തിയേറ്ററിന്റെ മുകളിൽ പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റി രക്തസാക്ഷിയാകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ശപിക്കപ്പെട്ട റിയാലിറ്റി ഷോയിൽ കിട്ടിയ പട്ടവും മേടിച്ച് ഭാര്യയെ തോളിലേറ്റി ആ ബാസ്യത്തിന് നൃത്തം ചവിട്ടുന്ന ഈ ദുനിയാവിന്റെ ലാഭമാണ് വലുത് എന്ന് കരുതിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മദീന നിവാസികളൊന്നടങ്കം 3 രാവും പകലും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനം ഈന്തപ്പന മരത്തിന് മുകളിൽ കയറിയിരുന്നവരാണ് ആദ്യം സ്വാഗതം പാടിയത്. തക്ബീർ വിളിക്കേണ്ടത് ഹബീബിന് വേണ്ടിയല്ലേ? മുദ്രാവാക്യം വിളിക്കേണ്ടത് മുത്തിന് വേണ്ടിയല്ലേ? സ്വാഗതം ഓതേണ്ടത് രാജകുമാരന് വേണ്ടിയല്ലേ? മുറുകെ പിടിക്കേണ്ടത് ഹബീബിന്റെ സുന്നത്തുകളെയല്ലേ? ഇന്ന് ഏത് സുന്നത്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും എല്ലാ തനതായ ശൈലികളും വാരി വലിച്ചെറിഞ്ഞിട്ട് ലോകത്തിന്റെ ഭീമത്സഭയുടെ എല്ലാ ഭാവങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണ് നാം. ഇനിയെങ്കിലും നാം മാറേണ്ട സുഹൃത്തുക്കളെ. ലോക സാമ്രാജ്യത്തിന്റെ തീന്മേശയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിലൂടെ കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് കിസ്ര സാമ്രാജ്യത്തിന്റെ സർവാധിപന്മാർ മുഴുവനും സർവാഡംബര വിഭൂഷകരായി ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഈന്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ ഉറയിൽ തന്റെ വാളുമിട്ട് 60 പ്രാവശ്യം തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് ലാളിത്യത്തിന്റെ പ്രതീകമായി കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആമിർ റളിയല്ലാഹുവിൽ നിന്നൊരു ഭക്ഷണം താഴേക്ക് വീഴുകയാണ്.
ആ താഴെ വീണ ഭക്ഷണം എടുത്ത് ശുചിയാക്കി കഴിക്കുന്നത് കണ്ടപ്പോൾ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ ചോദിക്കുകയാണ്, എടാ പട്ടിണി പാവമേ, എന്താ മുഹമ്മദിൻ്റെ നാട്ടിൽ നിന്ന് പട്ടിണി കിടന്ന് വന്നതാണോ? എന്തിനാ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് പട്ടിണി പോലും കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് സാമ്രാജ്യത്തിന് മൂക്കിനേരെ വിരൽ ചൂണ്ടി പറയുകയാണ്, സുന്നത്തിൻ നബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹംക, ഈ വിഡ്ഢികൾക്ക് വേണ്ടി എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കുകയോ ഇല്ല. താഴെ വീണ ഭക്ഷണം ഇടത്തെ കൈ കൊണ്ടെടുത്ത വലത്തെ കൈ കൊണ്ട് ശുചിയാക്കി കഴിക്കൽ എൻ്റെ ഹബീബിൻ്റെ സുന്നത്താ. ഏത് പരിഷ്കാരത്തിൻ്റെ ലോകത്ത് ചെന്നാലും എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആവാൻ നമുക്കും സാധിക്കേണ്ടേ സുഹൃത്തുക്കളെ? നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരനല്ലയോ ഹുബൈബ് റളിയല്ലാഹു അൻഹു? ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മക്ക ഖുറൈശികൾ അവിടുന്ന് പറയുകയാണ്, ഹുബൈബേ, ഞങ്ങൾക്ക് നിന്നെ തൂക്കിലിടണം എന്ന് ആഗ്രഹമില്ല ഹുബൈബേ, ഞങ്ങൾക്ക് നിന്നെ തൂക്കിക്കൊല്ലണം എന്ന് ആഗ്രഹമില്ല ഹുബൈബേ, നീ ഞങ്ങൾക്ക് ഉപജീവനം പഠിപ്പിച്ച് തന്നവനല്ലയോ ഹുബൈബേ, നീ ഞങ്ങൾക്ക് കച്ചവടം പഠിപ്പിച്ച് തന്നവനല്ലയോ ഹുബൈബേ, ഞങ്ങൾ നിന്നെ ഈ തൂക്കുകയറിൽ നിന്ന് മോചനപ്പെടുത്താം. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സബ്ബ് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദിനെ ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി, 2 പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? എൻ്റെ കയ്യിൽ ഒരു മുള്ളു തന്നിട്ട് അതെൻ്റെ ഹബീബിൻ്റെ കാലിനടിയിൽ ഒന്ന് തൊടാൻ പറഞ്ഞാൽ അതുപോലും എനിക്ക് സഹിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഖുറൈശികളുടെ കൈകളാൽ ഷഹീദായെങ്കിൽ അദ്ദേഹത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം തന്നെയാണ്. നാളെ മഹ്ശറയിൽ ആരോരുമില്ലാതെ നാം നെട്ടോട്ട് പോകുമ്പോഴും നമ്മെ സഹായിക്കാനുണ്ടാവുക നമ്മുടെ ഹബീബ് മാത്രമാണ്. വഫാത്താകുന്ന സമയത്ത് പോലും നമ്മെക്കുറിച്ചോർത്ത് വേദനാതിപ്പെട്ട ആ ഹബീബിനെ നാം ജീവനേക്കാളേറെ സ്നേഹിക്കണം. സുറുമയിട്ടില്ലെങ്കിൽ പോലും സുറുമയിട്ടതായി തോന്നുമെന്ന് പറഞ്ഞ ആ ഹബീബിൻ്റെ തിരുവജഹ് സ്വപ്നത്തിലെങ്കിലും കാണുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. യാ റസൂലു ഹുദാവേ, നബിയോര് വന്ന സിറാജേ, ആരിലും നബി നൂറേ, മരുഭൂമിൽ മേൽ പെയ്തൊളിന്നവരെ, അതരമതൊളി തെളിവെണ്ണിലായി ചന്തമതേറിയ തിങ്കളായി പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര, മുഹബത്താ നബിയോട് ഹാജത്താണ നാട്, മുഹബത്താ നബിയോട് ഹാജത്താണ നാട്, അതരമതൊളി തെളിവെണ്ണിലായി ചന്തമതേറിയ തിങ്കളായി പാതിരരാവിൻ പൗർണമി വന്നവനമ്പിയ മുമ്പര, യാ റസൂലേ യാ ഹബീബേ യാ നബിയല്ലാഹ്, യാ സഫിയേ യാ ഷഫിയേ യാ നജിയല്ലാഹ്, ആ തിരുപാദം കൊണ്ടൊരു നമ്മിൽ ചെന്നേറെ, എൻ കവിൽ ചേത്ത് കിടക്കാനും കൊതിയാണേറെ, എൻ്റെ ഹബീബേ ആ തിരുസ്നേഹം എന്നും നുകരണം, ഇഷ്ടം അതിരില്ലാവ് കനവ് പാടും നശീദ്, അറിയാനൊഴുകി വെച്ചെൻ്റെ മണ്ണിൽ മിഴുനീർക്കുമെന്ന മണ്ണിൽ അലയുന്നു പാതിയായി മണ്ണിൽ, ആഗ്രഹം മിഴുനീർക്കുമെന്ന്, അതരമതൊളി തെളിവ് വെണ്ണിലായി ചന്തമതേറിയ തിങ്കളായി പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര, യാ റസൂലേ യാ ഹബീബേ യാ നബിയല്ലാഹ്, യാ സഫിയേ
യാ ഷഫിയേ യാ നജി അല്ലാ. അസ്സലാമു അലൈക്കും. السلام عليكم. الحمد لله الذي رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. Today, I myself, Muhammad Shan, is honored to speak about a monumental figure in history, Prophet Muhammad sallallahu alaihi wasallam. Born in Mecca in 570 CE, he emerged from the humble beginnings to become the last messenger of Islam, a faith that would transcend borders and cultures. Prophet Muhammad sallallahu alaihi wasallam's early life was marked by honesty and integrity, earning him the name Al-Amin, or the trustworthy. At the age of 40, he received his first revelation from angel Gabriel alayhi salam, marking the beginning of his prophetic mission over the next 23 years. He conveyed the teachings of Islam, emphasizing monotheism, compassion, and justice. Central to Muhammad sallallahu alaihi wasallam's message was the idea of social equity. He championed the rights of the oppressed and advocated for the welfare of the poor. His teachings promoted respect for all individuals, regardless of their background, and called for harmony among diverse communities. Muhammad sallallahu alaihi wasallam's character was characterized by patience, humility, and forgiveness. He faced immense challenges, including persecution and hardship, yet he remained steadfast in his mission. His ability to forgive enemies exemplified during the conquest of Mecca, teaching us the importance of compassion in face of adversity. His final sermon accomplished his teachings, a call for equality, respect for women, and adhere to justice. He emphasized the importance of community and urged us to follow to treat another with one kindness. As we reflect on the life of Prophet Muhammad sallallahu alaihi wasallam, we are reminded of the values he espoused: compassion and justice, and humility too. His legacy continues to inspire millions around the world, guiding them toward a path of righteousness and peace. In our own life, let us arrive to embody these principles, promoting understanding and tolerance in our communities. By doing so, we are honoring his memory and contributing to a more just and harmonious world. Dear brothers and sisters, I could go on about saying our monumental figure, that is Prophet Muhammad sallallahu alaihi wasallam, but I don't want you all to be tired from me yapping. So I would like to end my speech here. Thank you. Assalamu alaikum. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽബിൽ നൂറിൻ തെളിമ കാണുമോ? ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മൊഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽബിൽ നൂറിൻ തെളിമ കാണുമോ? പാപപാണ്ഡം പേറിനാൻ അലയും നബിയേ, പാത തീർക്കും നിഴലിനും കൂട്ടിദാനിധിയേ, കൈതരുമോ നബിയോരേ, കാമിലായ നൂറോരേ, കൽബിനുള്ളിലെ മെഹബൂബേ, ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽവിൽ നൂറിൻ തെളിമ കാണുമോ?
നഫ്സിൻ്റെ തടവറയിൽ നാളുകൾ ഞാൻ നീക്കിയേ, നന്മകൾ കണ്ടിടാതെ തിന്മയിൽ ഞാൻ കൂടിയേ. നഫ്സിൻ്റെ തടവറയിൽ നാളുകൾ ഞാൻ നീക്കിയേ, നന്മകൾ കണ്ടിടാതെ തിന്മയിൽ ഞാൻ കൂടിയേ. ഇഖ്ലാസില്ലാതെ ഇഷ്കും നുണയാതെ ദുനിയാവിൻ മത്തിൽ അലിഞ്ഞു മജ്നൂനായി മാറിയേ. മോചനം നൽകാമോ നിധിയേ, മോചനം നൽകാമോ നബിയേ. മോഹമാണെൻ സ്നേഹതണിയേ, മാറിടാനായി പാടി മതിയേ. ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മൊഞ്ച് കാണുമോ, ഹറാം നിറഞ്ഞ കൽബിൽ നൂറിൻ തെളിമ കാണുമോ. ഇഷ്കുള്ളോർ ചരിതങ്ങൾ ഉള്ളകമിൽ തുളയുന്നേ, തിരുനൂറെ കണ്ടവരെ കാണുമ്പോൾ പൊള്ളുന്നേ. ഇഷ്കുള്ളോർ ചരിതങ്ങൾ ഉള്ളകമിൽ തുളയുന്നേ, തിരുനൂറെ കണ്ടവരെ കാണുമ്പോൾ പൊള്ളുന്നേ. അങ്ങിൽ ചേർന്നിടുവാൻ അതിലായി തീർന്നിടുവാൻ എൻ ജസതും ഈ റൂഹും തന്നിടുമേ നബിയോരേ. വന്നിടാമോ നബിയുള്ള, വന്നിടാമോ നിധിയുള്ള, കനവിലായൻ ഖൈറുള്ള, ആശയാണ് സഫിയുള്ള, ആഖിറം കൊതിനൂറുള്ള. ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മൊഞ്ച് കാണുമോ, ഹറാം നിറഞ്ഞ കൽവിൽ നൂറിൻ തെളിമ കാണുമോ. ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മൊഞ്ച് കാണുമോ, ഹറാം നിറഞ്ഞ കൽവിൽ നൂറിൻ തെളിമ കാണുമോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗത്തണയുന്നൊരു മുമ്പേ ആ പുണ്യമദീനത്ത്, മെഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത്, മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്, മുല്ലപ്പൂമണ വീശും നാട്ടിലെത്താൻ ഹാജത്ത്. മൗത്തണയുന്നൊരു മുമ്പേ ആ പുണ്യമദീനത്ത്, മെഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത്, മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്, മുല്ലപ്പൂമണ വീശും നാട്ടിലെത്താൻ ഹാജത്ത്. ആലമില്ലഹദിൻ്റെ ഇഷ്ട ഹബീബ് തെളിഞ്ഞു, ആമിന ബീവിയുടെ പൂമകനായി പിറന്നു, ആരിലും സ്നേഹത്തിൻ നിറകുടമായി നിറഞ്ഞു. അൽ അമീൻ എന്നൊരു പേരിൽ മുത്ത് റസൂല് വളർന്നു, ആ ഹബീബിനായി ചൊല്ലാം സ്വലാത്ത്, ആ നിലാവിനായി അരുളാം സലാമ്. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബുല്ലാ,
സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബുല്ലാഹ്. മൗത്തണയുന്നൊരു മുമ്പേ ആ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങുന്ന സുന്ദരദേശത്ത് മെഹമൂദി അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്. മുല്ലപ്പൂ മണ വീശും നാട്ടിലെത്താൻ ഹാജത്ത്. ആ മണൽ തീരത്ത് എത്തണമെൻ്റെ ഹബീബേ, ആശകൾ പൂവണിയാൻ കനിയണമെൻ്റെ ഇലാഹേ. ആ മലർ പൂമണമൊന്ന് അറിയണമെൻ്റെ നസീബേ, ആഗ്രഹം നിറവേറ്റാൻ കഴിവുകൾ നൽകു റഹീമേ. ഈ മനം തേങ്ങും മദീനത്തേക്ക് ആവിധി എന്നാണ് കരുണാമയനെ. യാ ഹന്നാ യാ മന്നാ, ആ തീരം കനവിൽ കാട്ടല്ലാ. മൗത്തണയുന്നൊരു മുമ്പേ ആ പുണ്യമദീനത്ത് മെഹബൂബന്തിയുറങ്ങുന്ന സുന്ദരദേശത്ത് മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്. മുല്ലപ്പൂ മണ വീശും നാട്ടിലെത്താൻ ഹാജത്ത്. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുല്ലാൻ്റെ തേമോനെ, മക്കയിലെല്ലാവർക്കും അൽ ആമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലാമീനെ. മക്കയിലെല്ലാവർക്കും അൽ ആമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലാമീനെ. മുത്തു മുഹമ്മദ് റസൂലെ, കൽബിൽ സെത്തായ ത്വാഹ റസൂലെ. എൻ്റെ റസൂലിൻ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുല്ലാൻ്റെ തേമോനെ. മദീന റൗളെ മൈനിടുന്ന മതിപ്പോലൊലിലങ്കു പൂമുഖമേ. മദീന റൗളെ മൈനിടുന്ന മതിപ്പോലൊലിലങ്കു പൂമുഖമേ. ഇന്നുമിക്കിനാവൽ വരണേ, നബിയായി ചുണ്ടുകൊണ്ടൊരുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുല്ലാൻ്റെ തേമോനെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേരിലേറാം, ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേരിലേറാം. നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ, നബിയേ നബിയേ മുജ്തബ നബിയേ നബിയേ. ഇരുകുരു താരക വഴിയറിഞ്ഞോളി, തികവുള്ള രാധര വഴിഗമിച്ചോളി. ഇരുകുരു താരക വഴി
ചോട്ടിൽ തണലേ തണലേ ആ മലർ തോപ്പിൽ അഴകേ അഴകേ ആ മലർ ചോട്ടിൽ തണലേ തണലേ ആ മലർ തോപ്പിൽ അഴകേ അഴകേ മദഹിൻ മുത്തളിമാല മദരത്തേമ്പുഞ്ചോല മദഹിൻ മുത്തളിമാല മദരത്തേമ്പുഞ്ചോല പാടാം പാടാം അബദാ നിങ്ങൾ പാടാം 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 അബദാ നിങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ മദീനത്തെ മരതകത്താരുളറിഞ്ഞോളി മുഹബത്തിൻ പൂവിൻ്റെ പൊരുളറിഞ്ഞോളി മദീനത്തെ മരതകത്താരുളറിഞ്ഞോളി മുഹബത്തിൻ പൂവിൻ്റെ പൊരുളറിഞ്ഞോളി ആരംഭത്വഹ പ്രേരേ പ്രേരേ ആരര രാജ കമറേ കമറേ ആരംഭത്വഹ പ്രേരേ പ്രേരേ ആരര രാജ കമറേ കമറേ മാണിക്കല്ലാണ് മന്ദാര പൂവാണ് മാണിക്കല്ലാണ് മന്ദാര പൂവാണ് പാടാം പാടാം അബദാ നിങ്ങൾ പാടാം 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 അബദാ നിങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ السلام عليكم يا من صليت لكل الأنبياء يا من في قلبك رحمة للناس يا من لطل بالإسلام يا حبيبي يا شافي يا رسول الله يا أمي وأبي فسيف سيدي صلاة سلام عليك يا نبي حبيب يا محمد هديت بالسلام ولنا محمد حبيب يا محمد رحمة للعالمين يا محمد صلى الله على قلبي أنبياء محمد محمد رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين حبيب يا محمد هديت بالسلام ولا محمد حبيب يا محمد رحمة للعالمين يا محمد അസ്സലാമു അലൈക്കും. നമ്മുടെ നബി അവരാരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. ഉമ്മ ആമിന ബേബിയാണ്. ഉപ്പ അബ്ദുള്ളയുമാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം.
അസ്സലാമു അലൈക്കും. റബിയുൽ അവ്വൽ 12 നമ്മുടെ നബിയുടെ ജന്മദിനം. മൗലീദ് ഏറെ ചൊല്ലണം, നിത്യം സ്വലാത്ത് ചൊല്ലണം. മുത്തിൻ ചാരയത്തേണ്ടേ, സ്വർഗത്തിൽ ഒരുമിക്കേണ്ടേ. റബിയുൽ അവ്വൽ 12 നമ്മുടെ നബിയുടെ ജന്മദിനം. മൗലീദ് ഏറെ ചൊല്ലണം, നിത്യം സ്വലാത്ത് ചൊല്ലണം. മുത്തൻ ചാരത്തേണ്ടേ, സ്വർഗത്തിൽ ഒരുമിക്കേണ്ടേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ നബി തങ്ങളും സ്വഹാബികളും ഒരു സദസ്സിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട് പ്രവാചകൻ എണീറ്റ് നിന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളെന്തിനാ എണീറ്റ് നിന്നത്? ഇതൊരു ജൂതനായ മനുഷ്യൻ്റെ മയ്യത്തല്ലേ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ജൂതനായാലും അതൊരു മനുഷ്യനല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വില നൽകുന്നതായിരുന്നു നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ. എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ, എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ. കൽബില് ആശ നിറയുന്ന കതിരുളി താഹവേ, കൽബില് ആശ നിറയുന്ന നേശ കതിരുളി താഹവേ. പ്രണയാതുര ഞാൻ പാടും പാട്ടിന് ഗാമകനോ നബിയെ. പ്രണയാതുര ഞാൻ പാടും പാട്ടിന് ഗാമകനോ നബിയെ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മ ഉപ്പ ഉമ്മ അതിലും ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്,
റസൂലില്ല ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ ഇഷ്ടം എൻ്റെ ഉപ്പ ഉമ്മ അത് അല്ല മൈക്ക് വരുന്നില്ല അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ ലായു മിനു അതുമ്പില്ല ലായു മിനു അതുമ്പില്ല ഇല്ലാ ബിഹുബ്ബി റസൂലില്ല ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോടാ അസ്സലാമു അലൈക്കും السلام عليكم ورحمة الله وبركاته يا من صليت بكل الأنبياء يا من في قلبك رحمة للناس من لست قلوبنا بالإسلام يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة والسلام عليك يا نبي حبيبي يا محمد أديت بالسلام والهدى يا محمد حبيبي يا محمد أديت بالسلام والهدى يا محمد 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 رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين محمد محمد يا من صليت بكل الأنبياء يا من في قلبك رحمة للناس من لست قلوبا بالإسلام يا حبيبي يا شفيعي يا رسول الله بأمي وأبي فديتك سيدي صلاة والسلام عليك يا نبي حبيبي يا محمد أديت بالسلام والهدى يا محمد حبيبي يا محمد أديت بالسلام والهدى يا محمد 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 رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين محمد محمد السلام عليكم അസ്സലാമലൈക്കും നമ്മുടെ നബി അവരാരാണ് മുത്ത് മുഹമ്മദ് നബിയാണ് ഉമ്മ ആമിന ബീബിയാണ് ഉപ്പ അബ്ദുള്ളയുമാണ് നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ട
മദീനത്ത് നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ, ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ. ലാ യുക്മിലു അഹദും ബില്ലാഹ്, ലാ യുക്മിലു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്, ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ, ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ. എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബി, എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബി. കൽബിലെ ആശാലരയുടെ ലേശ കതിരുതി തോഹാവേ, കൽബിലെ ആശാലരയുടെ ലേശ കതിരുതി തോഹാവേ. പ്രളയായി ദുരലായി അപ്പാടും പാട്ടിലെ കാമുകലോലബിയേ, പ്രളയായി ദുരലായി അപ്പാടും പാട്ടിലെ കാമുകലോലബിയേ. അങ്ങേക്കയായ സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ, അങ്ങേക്കയായ സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ, ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോടെ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Today I am going to tell a short story about Muhammad sallallahu alaihi wasallam. Once upon a time, Muhammad sallallahu alaihi wasallam and his companions set out for a long journey. Suddenly, a bird flew over Muhammad sallallahu alaihi wasallam. The bird was flapping its wings and looked worried. Then the bird spoke to Muhammad sallallahu alaihi wasallam. Someone took my eggs from my nest. Then Muhammad sallallahu alaihi wasallam stopped the camels, horses, but that was not an easy thing to do. But they all stopped. Then Muhammad sallallahu alaihi wasallam asked, "Who took the bird's eggs from its nest?" No one answered. At last, a companion told, "Ya Rasulullah, I took the bird's eggs." Then Muhammad sallallahu alaihi wasallam smiled and told, "Then give it back to the bird." Then the companion gave it to the bird. The bird thanked Muhammad sallallahu alaihi wasallam, then flew away happily. What did you learn from this story? Muhammad sallallahu alaihi wasallam teaches us, don't take anything that don't belongs to you without their permission. Jazakallahu khairan. Assalamu alaikum. My name is Aisha Yesha. La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. Allah is one,
He made the sky. He made the stars that shine so high. He made the sun. He made the trees. He gave us life with every breeze. La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. The Prophet came to show the way. He taught us how to love and pray. We fall. He showed kindness every day. We follow him in all we say. La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. Assalamu alaikum. Bismillahirrahmanirrahim. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammad. Respected teachers, parents, and my dear friends, Assalamu alaikum. Today, I'm going to say a story, The Man Carrying Firewood. An old woman is standing on the road with a bundle of firewood by her side. There's no helper to carry the bundle of wood on the head. That's when she sees a passenger. Son, can you help me get this firewood to my head? Don't worry, grandmother. I'll bring the bundle home. He took the bundle of firewood on his own head. The old woman walked in front and he followed behind. What a relief! A very good man, said the old woman in her mind. They walked and reached the old woman's house. He put down the firewood and asked for a ride. The old woman said, "Thank you very much, son. I have nothing to pay, so let me give you one piece of advice. There is a man in this country named Muhammad who has led everyone astray. Don't fall in his trap." "I am Muhammad," said the strict barrier. The old woman was surprised. Are people talking about such a good man? They thought. They became followers of the Prophet. Thank you all. Assalamu alaikum. അസ്സലാമലൈക്കും. അമ്പിളിച്ചിലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുളിയ പൂമൊത്ത് ഹജറ തൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ ഹയകയും തങ്കപ്പൂ തൂനരി ഹജറ സമ്പൂർണ്ണതിരങ്ങു നീ ഹജറ ത്യാഗങ്ങളേകശ ഈച്ചരി ഹജറ സമ്പൂർണ്ണതിരങ്ങു നീ ഹജറ ത്യാഗങ്ങളേകശ ഈച്ചരി ഹജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മറുവ കദലിയും ബീബി ഹാജറ സഫ മറുവ കദലി ബീബി ഹാജറ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മറുവ കദലി ബീബി ഹാജറ ആരും കോതിക്കുന്ന പൂവൊന്ത് ഹജറ അഹദായ നാഥൻ സ്നേഹിച്ച ഹജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മറുവ കദലിയും ബീബി ഹാജറ
സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കദലിയും ബീബി ഹാജറ ആയിക്കോദിക്കുന്ന പൂന്ത് ഹാജറ അഹദായ നാഥനെ സ്നേഹിച്ച ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കദലി ബീബി ഹാജറ കനിമോനെ സെമഹിലോടത്ത് ഹാജറ കഅബ ഷരീഫിൻ്റെ ചെല്ലുന്നു ഹാജറ കനിമോനെ സെമഹിലോടത്ത് ഹാജറ കഅബ ഷരീഫിൻ്റെ ചെല്ലുന്നു ഹാജറ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ എത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാഠമറന്നിടാനായി. എന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ. എന്താണേലും മതിയില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ പാഠമറന്നിടാനായി. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ എത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാഠമറന്നിടാനായി. പലരുടെ കണ്ണിലും ഇരുന്നു വന്ന കഥയുണ്ട്. പതികനിൽ ഒരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. ഇലകളോ ഇഞ്ഞൊരു മരത്തിനെന്തു നിറമുണ്ട്. ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കരയുണ്ട്. കണ്ടാലകന്നീടല്ലേ നീറും കനലാറി തണുപ്പിക്കണം. മൗത്തിൻ മുൻപിൽ തിരുമുഖം അത് വിരിയണ ചെറു പൂന്തോട്ടമായിടണം. രാവോളം അത്തേനും നുകർന്നിടണം. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാഠമറന്നിടാനായി. ഒഴുകിയ കണ്ണുനീരിതൊന്നു മങ്ങയോർത്തല്ല. പഴകിയ കൽബിലങ്ങ് നോക്കിടുന്ന പതിവില്ല. എഴുതിയ വരികളൊന്നു പോലും റൗള കണ്ടില്ല. തഴുകിയ കാറ്റിനൊന്നും ആ മദീന മണമില്ല. കണ്ടാലകന്നീടല്ലേ ഈ പാവത്തെ കൂട്ടാൻ മറന്നിടല്ലേ. മാറന്നാലും മധുഹിലെ മലർ മധുമതി വരുവോളം കുടിക്കാമല്ലോ. രാവേറെ തേനാറിൽ തുടിക്കാമല്ലോ. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാഠമറന്നിടാനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥേൻ്റെ പേരാണ്
കല്ലെറിയുന്ന കുട്ടി. അങ്ങ് മദീനയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ നല്ലതാണെങ്കിലും അവനക്കൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിലൊക്കെ കല്ലെറിയും. അങ്ങനെ ഒരു ദിവസം അവനൊരു കല്ലുമായി ഒരു മരത്തിൻ്റെ മുമ്പിലെത്തി. അവനൊരു പഴങ്ങൾ അവൻ്റെ കൈ തരിച്ചു. അവൻ വേഗം കല്ലെറിഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ കല്ലെറിയുന്ന നിർത്തിയോ. അവൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അവന് നിലത്ത് വീണ എല്ലാ പഴങ്ങളും പാക്കി തിന്നു. അവന് വയറ് നിറഞ്ഞപ്പോൾ പോയും. കൂട്ടുകാരെ, അവന് മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം കേടുവരുമെന്നോ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പിടിക്കുമെന്നോ ഒന്നും അവൻ ചിന്തിച്ചില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവനെ കൈയോടെ പിടിച്ചു നമ്മളെ മുത്തുനബിയെ ഏൽപ്പിച്ചു. മുത്തുനബി അവനെ അവന് പേടിച്ചു. ഇന്ന് നമ്മളെ മുത്തുനബി ആവട്ടെ നല്ല ശാന്തമായി അവനോട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ മരത്തിൽ കല്ലെറിഞ്ഞത്? അവന് പറഞ്ഞു, ഈത്തപ്പഴം കിട്ടാനാ. മരത്തിൽ കല്ലെറിയാതെ എങ്ങനെ ഈത്തപ്പഴം കിട്ടുക? അപ്പം നബിക്ക് മനസ്സിലായി, വിവരമില്ലാത്ത കുട്ടിയാണ്. നല്ല നയത്തിൽ പറഞ്ഞ മനസ്സിലാവും. അങ്ങനെ നബി പറഞ്ഞു, നീ ഒരിക്കലും മരത്തിൽ കല്ലെറിയരുത്. മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം കേട് പിടിക്കും. മോനിക്ക് പഴങ്ങൾ വേണമെങ്കിൽ താഴ്ത്തു തന്നെ ഉണ്ടാവുമല്ലോ. ഇനി ഒരിക്കലും മരത്തിൽ കല്ലെറിയരുത്. ഇങ്ങോട്ട് നബി അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങോട്ട് അവരെ പറഞ്ഞയച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ. ദൂതർ ഇബ്രാഹിം ആധനപ്പൂവിൻ്റെ അയകേളത്തങ്കപ്പൂ ദൂനാറി ഹജറ. സമ്പുർമദീനിൻ്റെ ലംഭൂമി ഹജറ. ദ്യാരങ്കരയിലെ ഈ ഛബി ഹജറ. സമ്പുർമദീനിൻ്റെ ലംഭൂമി ഹജറ. ദ്യാരങ്കരയിലെ ഈ ഛബി ഹജറ. ആറുമ്പോൾ കൽക്കുന്ന ധൂമങ്ക് ഹജറ. അഹദായ നാഥന് സ്നേഹിച്ച് ഹജറ. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ. സഫ മർവ ഖദഹിൽ ബീവി ഹാജറ. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ. സഫ മർവ ഖദഹിൽ ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹജറ. ദൂതർ ഇബ്രാഹിം ആധനപ്പൂവിൻ്റെ അയകേളത്തങ്കപ്പൂ ദൂനാറി ഹജറ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
സുബ്ഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട് നിന്ന് അസ്സലാമൊഴിയേ. പാപിനാൻ വിദൂരയാണ് മോഹമാതിർ റൗളയാണ് കരുണമന്ദിരമാ മദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്ത് നൽകാം. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്ത് നൽകാം. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബ്ഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട് നിന്ന് അസ്സലാമൊഴിയേ. പാപിനാൻ വിദൂരയാണ് മോഹമാതിർ റൗളയാണ് കരുണമന്ദിരമാ മദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്ത് നൽകാം. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. കനവിലങ്ങ് വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്ത് നൽകാം. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. അസ്സലാമു അലൈക്കും. യാ മൻ സല്ലൈത ബികുല്ലിൽ അംബിയാ യാ മൻ ഫീ ഖൽബിക റഹ്മത്തുൽ ലിന്നാസ് മൻ അല്ലഫ്ത ഖുലൂബൽ ബിൽ ഇസ്ലാം യാ ഹബീബി യാ ഷഫീഅ യാ റസൂലല്ലാഹ് ബി ഉമ്മി വ അബീ فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد يا رحمة للعالمين يا محمد يا من صليت بيان ببي إيمان يا من لجمالك ألتلسنا من لفت قلوب بالقرآن يا حبيبي يا شفيع يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد يا رحمة للعالمين يا محمد. പണ്ടേ മദീനയെ പാടി ഞാൻ ഇന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാൻ എന്ത് മാദിഹ പണ്ടേ മദീനയെ പാടി ഞാൻ ഇന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാൻ എന്ത് മാദിഹ
എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറില ഒന്നും നേതാവിൻ്റെ ചാരേ വന്നില്ല നാളെ എന്താകും വേജാറില റൗളയിൽ പോകാനോ കൽബോ നന്നല്ല തൗബയിൽ പോലും കാരന്ന് കണ്ണല്ല നീറിപ്പൂകയും മനസ്സല്ലാതില്ല എന്നെ പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പവലിയ ഗൂഗിൾ ഓ ഇന്നു വല്ലാതെ പാടം ചീർക്കേണു വൈകാതെ പണ്ടേ മദീനെ പാടി ഞാൻ ഇന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാൻ എന്ത് മദീഹ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അമ്പറ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അമ്പറ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. തിങ്കളില്ലുദിച്ചവരെ തിങ്കളായി പിറന്നവരെ തിങ്കളില്ലുദിച്ചവരെ തിങ്കളായി പിറന്നവരെ തങ്കശോഭദീനിസിലാം തന്ന ഹബീബ് തന്ന ഹബീബ്. അമ്പറ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. തെന്നലായി തലോടിയതും എന്നലിഷ്ടമേകിയതും എന്നെ തെന്നലായി തലോടിയതും എന്നലിഷ്ടമേകിയതും വെണ്ണില പടം വരച്ച എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അമ്പറ മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനിക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന നീർവാഴിക്കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ് മംഗകൾ കുത്തമീന മീന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് മാനവർക്കായെന്ന നീർവാഴിക്കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ് മംഗകൾ കുത്തമീന മീന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനിക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സ്വഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച്
പ്രാപിച്ച് അന്ത്യപ്രവാചകൻ നിദ്രയിൽ പ്രാപിച്ച് ചന്ദ്രവാദനം കണ്ട് സിദ്ദീഖോരെ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു. പഴുതുന്നടിക്കുവാൻ ശീലത്തുണ്ടില്ല, പാദാവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നൂടൻ കാലിൽ കടിക്കുന്നു, മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖോരെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് നെട്ടി ഉണർന്നൊന്നു നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണന്നെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മാനദാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പൂരട്ടി നബി. സിദ്ദീഖോരെ ഉഗ്രവിഷമിറക്കി, ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനിക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന നീർവാഴിക്കാട്ടിയ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകൾ കുത്തമീന ബീബി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനിക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.